സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിലെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, എന്നാൽ അവർ അശ്രദ്ധയിലായിക്കൊണ്ട് അവഗണിച്ച് തിരിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ, അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് പുതുതായി എന്തൊരു ഉത്ബോധനം, എന്തൊരു ഓർമ്മപ്പെടുത്തൽ വന്നാലും ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, അവർ കളിക്കുന്നവരായിക്കൊണ്ടും തമാശയായിക്കൊണ്ടുമാണ് ആ കാര്യങ്ങളെ അവർ സ്വീകരിക്കുന്നത്. ലാഹിയതൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധമായ അവസ്ഥയിലാണുള്ളത്. വളരെ ഗൗരവത്തോടുകൂടി നാം ഓർക്കേണ്ടുന്ന വചനങ്ങളാണിത്. മനുഷ്യർക്ക് അവരുടെ വിചാരണ അവരുടെ സമീപത്ത് എത്തിയിരിക്കുന്നു, അഥവാ അന്ത്യനാളിതാ അടുത്തിരിക്കുന്നു. എന്നാൽ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, മനുഷ്യന്മാർ അശ്രദ്ധയിലാണ്, അവഗണിക്കുകയാണ്, തിരിഞ്ഞു കളയുകയാണ്. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ, പുതുതായി എന്തൊരു ഉത്ബോധനം അവർക്ക് വന്നു കിട്ടിയാലും അത് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാകാം, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ആശയമാകാം, അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാം, അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രത്യേകമായ ദൃഷ്ടാന്തങ്ങളാകാം, അന്ത്യനാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ ചർച്ചകളാകാം. പക്ഷേ അവർ അത് കേൾക്കുന്നത് ഗൗരവത്തോടുകൂടിയല്ല, പിന്നെയോ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, അവർ തമാശയായിക്കൊണ്ടാണത് കേൾക്കുന്നത്, കളിയായിക്കൊണ്ടാണത് കേൾക്കുന്നത്. ലാഹിയത്തൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധമാണ്. സഹോദരങ്ങളെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ പലർക്കും അത് തമാശയാണ്, പലർക്കും അത് കളിയാക്കലാണ്, പലരും അതിനെ വിമർശിക്കുകയാണ്. എന്നാൽ അറിയുക, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൈവദൂതനാണ് എന്നത് സത്യമാണ്. ആ മഹാനായ പ്രവാചകൻ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായി വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും പകൽ വെളിച്ചം പോലെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന, ഇതുവരെ വന്നിട്ടില്ലാത്ത അടയാളങ്ങളെ സംബന്ധിച്ചും ആ പ്രവാചകൻ പറഞ്ഞത് പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ഇനി പ്രവാചകനിൽ അവിശ്വസിക്കുന്ന ആളുകൾക്കും പ്രവാചകൻ നടത്തിയിട്ടുള്ള വ്യക്തമായ പ്രവചനങ്ങൾ ദൃഷ്ടാന്തമാവേണ്ടതുണ്ട്. പക്ഷേ അടയാളങ്ങൾ എത്രയെല്ലാം കണ്ടിട്ടും അനുഭവങ്ങൾ എത്രയെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ അശ്രദ്ധയിലാണ്, അവൻ കളിയാക്കുകയാണ്, അവൻ ഇത്തരം വിഷയങ്ങളെ തമാശയാക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. നബിയേ, താങ്കൾക്ക് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ കളിയാക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർക്കതൊരു പുതുമയല്ല, സത്യം പറയുന്ന ആളുകൾക്കതൊരു പുതുമയല്ല. അവർ പരിഹസിക്കപ്പെടും, അവർ കളിയാക്കപ്പെടും. പക്ഷേ ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, മനുഷ്യർ എന്തിനെയാണോ തമാശയാക്കിയത്, മനുഷ്യർ എന്തിനെയാണോ കളവാക്കിയത്, അവരെ വന്ന് ബാധിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തമാശകൾ ഒഴിവാക്കുക, പരിഹാസങ്ങൾ ഒഴിവാക്കുക, ഗൗരവപൂർവമായ ചിന്തകൾക്ക് വിധേയമാക്കുക. ഇതാ നമ്മുടെ വിചാരണ, ഈ ലോകത്തിൻ്റെ അവസാനം അത് സമീപസ്ഥമായി എന്നാണ് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.